ഹലോ മുതലാളി, ലേലം കഴിഞ്ഞു. എടോ, ഇത് പറയാനാണോ താഴിപ്പിക്കൊണ്ട് വിളിച്ചേ? അവിടെ എന്തുണ്ടായെന്ന് പറ. അത് കേൾക്കാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഗിരി പാതി വഴിക്ക് ഇട്ടേച്ചു പോയി. ഇത് കഷ്ടപ്പാടല്ല മോളെ, എന്റെ കടമയാ. എനിക്കത് ചെയ്തേ പറ്റൂ. മോള് നിന്നോർത്ത് വിഷമിക്കണ്ട. പോയിട്ട് വരാം. വരട്ടെ. ചിട്ടി നമ്പർ 1226 ഗിരീശൻ ശങ്കരൻ 15. ചിട്ടി നമ്പർ 2726 ശൈലജ. സുനിൽകുമാർ 26, പുഷ്പകുമാരി 27. ചിട്ടി നമ്പർ 5, തുക 25 ലക്ഷം രൂപ. ലേലം തുടങ്ങുന്നു. മിനിമം ഡിസ്കൗണ്ട് 1 ലക്ഷം കഴിഞ്ഞ് ലേലം തുടങ്ങാം. 1 ലക്ഷം. ഒന്നര ലക്ഷം. 2 ലക്ഷം. ദേവരാജൻ 2 ലക്ഷം വിളിച്ചിരിക്കുന്നു. രണ്ടേകാല്. ഗിരി 2.25 വിളിച്ചിരിക്കുന്നു. 2.5 ലക്ഷം. 3 ലക്ഷം. 3 ലക്ഷം ഗിരി. 3.25. 4.25. 4.50. 4.75. ഇങ്ങനെ തുക കുറച്ച് ലേലം വിളിച്ചോണ്ടിരുന്ന ഒടുവിൽ ഗിരീടിന് എത്ര തുകയാ കൈ കിട്ടുക? ഇത് നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത്. ഗിരീടിന് എന്താ അത് ചിന്തിക്കാത്തത്? 6 ലക്ഷം. 6.5 ലക്ഷം. 6.75. ഗിരീട്ടാ, വാ പോവാ. അതിന് ലേലം കഴിഞ്ഞിട്ടില്ല. ലേലം കഴിയാൻ നിൽക്കണ്ട, വാ പോവാ. വരാനാ പറഞ്ഞ, വാ. പാറു, നീ എന്തായി പറയുന്നത്? വാ. പാറു, പാറു വരാൻ. വിട്ടെ. നീ എന്നെ വിളിച്ചോണ്ട് കേട്ടോ പോന്ന്. ലേലം കൂടുതൽ മതി, നമുക്ക് പോവാം, വാ. പോവാനോ? നീ എന്ത് വർത്തമാനായി പറയുന്നത്? ചിട്ടി പിടിക്കാനല്ലേ നമ്മൾ ഇവിടെ വന്നത്. അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൈസ കിട്ടുന്നത്? ഈ ചിട്ടിയില എന്റെ പ്രതീക്ഷ മുഴുവൻ. ഇത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പണത്തിന് എവിടെ പോകുന്ന? പാറുവാണെങ്കിൽ പൊയ്ക്കോ, ഞാൻ ചിട്ടി പിടിച്ചിട്ട് വരുന്നുള്ളൂ. ഗിരിയേട്ടാ, ഇനി ചിട്ടി പിടിക്കാൻ നിക്കണ്ട. പാറു, വെറുതെ എന്നെ തടസ്സപ്പെടുത്താൻ നിൽക്കരുത്. ഞാൻ വെറുതെ അല്ല പറയുന്നേ, കാര്യം ഉണ്ടായിട്ട് തന്നെ. എന്ത് കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗിരിയേട്ടൻ എന്ത് കണ്ടിട്ടാണ് തുക ഇങ്ങനെ കൂട്ടിക്കൂട്ടി വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു നിശ്ചയമില്ലാതെ തുക ഇങ്ങനെ കയറ്റി വിളിച്ചോണ്ടിരുന്നാലേ ഇതെവിടെ പോയി അവസാനിക്കും? ഇപ്പൊ തന്നെ ചിട്ടി തുകയെന്ന് രൂപ എത്ര കുറഞ്ഞെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 6 ലക്ഷം. 6 ലക്ഷമാണ് ഇപ്പൊ കുറഞ്ഞത്. ഇനിയും വിളിച്ചോണ്ടിരുന്നാലേ അത് വീണ്ടും കുറയും. 20 ലക്ഷം രൂപയെന്ന് 6 ലക്ഷം കുറഞ്ഞ പിന്നെ എത്ര തുക ബാക്കിയുണ്ട്? ഗിരിയേട്ട, ബുദ്ധിപൂർവ്വം ഇപ്പൊ ലേലത്തിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് ലേലത്തിൽ നിന്ന് ഞാൻ ഒഴിവാവാൻ പറയുന്നത്. ഗിരിയേട്ട, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്ക്. പാറു, അപ്പൊ ശ്രീധരൻ എങ്ങനെയാണ് കൊടുക്കുക? പാർച്ചുച്ചി പറഞ്ഞ ശരിയാ. നഷ്ടം വരുമെന്ന് എനിക്കും തോന്നി. പക്ഷേ ഏട്ടനോട് അതെങ്ങനെ പറയൂന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. അത് മാത്രമല്ല, ആ ദേവരാജൻ എന്തോ കരുതി കൂട്ടി വന്നതുപോലെ എനിക്ക് തോന്നിയത്. ഗിരിയേട്ടൻ ഒരിക്കലും ആ ചിട്ടി പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം അയാൾക്കുള്ളതുപോലെ. എനിക്കും അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു. ചിട്ടി എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ശരിയാണ്, 6.5 ലക്ഷം കിഴിവും പോയിട്ട് പിന്നെ
കിട്ടുന്ന പണത്തിന് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ്. പക്ഷെ രത്നയുടെ ശ്രീധനത്തിന് വേണ്ട പണത്തിന് ഞാൻ ഇനി എന്ത് ചെയ്യും? ഓരോ വഴികളായിട്ട് അടയാണല്ലോ. ഏട്ടാ ഗിരിയേട്ട സമാധാനായിട്ടിരിക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്തെങ്കിലും ഒരു വഴി തെളിയും. നിങ്ങൾ കാറി കയറ്, നമുക്ക് ഇവിടുന്ന് പോവാം. വാ, ഇനി ആലോചിച്ച് നിൽക്കാതെ വന്നേ. വാ പോവാം. ലേലത്തിന് പറഞ്ഞയച്ചിട്ട് ആ മരക്കഴുത ഇതുവരെ വിളിച്ചില്ലല്ലോ. ലേലം കഴിയാറായില്ല ഇതുവരെ. ആ വിളിക്കുന്നുണ്ട്. എന്തായോ ആവോ. ഹലോ മുതലാളി, ലേലം കഴിഞ്ഞു. എടോ, ഇത് പറയാനാണോ താഴിപ്പിക്കൊണ്ട് വിളിച്ചേ? അവിടെ എന്തുണ്ടായെന്ന് പറ. അത് കേൾക്കാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഗിരി പാതി വഴിക്ക് ഇട്ടേച്ചു പോയി. മുതലാളി പറഞ്ഞതനുസരിച്ച് ഗിരി വിളിക്കുന്ന തുകയെന്ന് ഞാൻ കേറ്റ് വിളിച്ചു. ആ അവസാനം നഷ്ടം വരുമെന്ന് തോന്നിയപ്പോ പിന്നീട് ലേലം വിളിക്കാതെ അവൻ ഇറങ്ങിപ്പോയി. ചിട്ടി എനിക്ക് തന്നെ കിട്ടി. അതെനിക്ക് നഷ്ടമാ മുതലാളി. ആ നഷ്ടം പരിഹരിക്കാൻ മുതലാളി മനസ്സ് വയ്ക്കണം. ആ അതൊക്കെ ഞാൻ വേണ്ടത് ചെയ്യാം. അവൻ കളഞ്ഞിട്ട് പോയല്ലേ. കുറഞ്ഞ തുകയ്ക്ക് അവൻ ചിട്ടി പിടിക്കുന്നാണല്ലോ ഞാൻ കരുതിയേ. പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നില്ലല്ലോ. മുതലാളി, ഹലോ ഹലോ, നീ ഫോൺ വെക്ക്, ഞാൻ വിളിക്കാം. ആ ഒരു പണി പാഴായിപ്പോയെന്ന് കരുതി വെറുതെ ഇരുന്നാ ശരിയാവില്ല. ഒന്ന് പിഴച്ചാ മറ്റൊന്ന്. ഒരു കണക്കിന് ഗിരിയേട്ട ചിട്ടി പിടിക്കാതെ ഇറങ്ങിപ്പോയത് നന്നായി. അത്രയും കുറഞ്ഞ തുകയ്ക്ക് ചിട്ടി പിടിച്ചിട്ട് എന്ത് പ്രയോജന? ആ തുക കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാവോ? ഇല്ലല്ലോ, അതൊന്നിനും തികയില്ല. എടാ, എൻ്റെ വലിയ പ്രതീക്ഷയാണ് നശിച്ചു പോയത്. ഇനി പണത്തിന് വേണ്ടി എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കണ്ണിലാകെ ഇരുട്ട് കയറുന്ന പോലെ. അമ്മാവന, അമ്മ. ആ മോനെ, ലേലത്തിന് പോയിട്ട് എന്തായടാ?